ലോകം മുഴുവൻ നോക്കി നിൽക്കുകയാണ്. മണ്ണിൽ വീണ് മൂടപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശരീരങ്ങൾ, കരച്ചിലിന്റെ ശബ്ദം പോലും മങ്ങിപ്പോകുന്ന തെരുവുകൾ, രക്തവും ചാരവും ചേർന്ന് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഗസ. ഇതൊരു യുദ്ധമല്ല, മനുഷ്യരാശിയുടെ ലജ്ജയാണ്. ഒടുവിൽ ലോകം തന്നെ സമ്മതിച്ചു, ഇതാണ് വംശഹത്യ. 2 വർഷം പിന്നിടുമ്പോഴും ഗസയിൽ രക്തച്ചോരയാണ് ഒഴുകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ വിവിധ മനുഷ്യാവകാശ ഏജൻസികളും ലോകമെമ്പാടുമുള്ള പണ്ഡിത സംഘങ്ങളും ഗസയിലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ വംശഹത്യ എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വാർത്താ ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഭൂരിഭാഗവും നിരപരാധികളായ കുട്ടികളും സ്ത്രീകളുമാണ്. ജനിച്ചിട്ട് ദിവസങ്ങൾ പോലും കഴിഞ്ഞിട്ടില്ലാത്ത അനേകം കുഞ്ഞുങ്ങൾ ആശുപത്രികളിൽ വൈദ്യുതി മുടങ്ങിയതിനാൽ ഇൻക്യുബേറ്ററുകളിൽ ശ്വാസം മുട്ടി മരിച്ചു. വീഥികളിൽ ഭക്ഷണം കിട്ടാതെ പട്ടിണിയോടെ മരിച്ചുപോയ കുട്ടികളുടെ ചെറുകൈകൾ ഇന്നും ലോകത്തിന്റെ മനസ്സാക്ഷിയോട് ചോദ്യം ചെയ്യുന്നു. ജീവിക്കാൻ വഴിയില്ലാതെ, കുടിവെള്ളമില്ലാതെ, മരുന്നില്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലായി മാറുകയാണ് ഗസ. നീതി എന്ന് ലോകം അഭിമാനത്തോടെ വിളിക്കുന്ന വാക്ക് ഗസയിലെ പട്ടിണിയോടെ കരഞ്ഞു മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ ഒരിക്കലും എത്താതിരിക്കുകയാണെങ്കിൽ അത് മനുഷ്യരുടെ പരാജയമല്ല, മനുഷ്യരാശിയുടെ തന്നെ ശവപ്പറമ്പായിരിക്കും. വംശഹത്യ അവസാനിപ്പിക്കാൻ ലോകം ഇന്നും ഉണരാതെയിരിക്കുകയാണെങ്കിൽ നാളെ ചരിത്രം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, തീർച്ച.